പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 17-ാമത്തെ അധ്യായം മിൽപിറ്റാസ് എന്ന സിറ്റി. അധ്യായം 17 മിൽപിറ്റാസ് എന്ന സിറ്റി. കാലിഫോർണിയ സ്റ്റേറ്റിലെ മറ്റു നഗരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൊച്ചു പാവാടക്കാരിയാണ് മിൽപിറ്റാസ്. കൗമാരപ്രായം കടന്നിട്ടില്ലാത്തവൾ. ടൗൺഷിപ്പാണെങ്കിലും മിൽപിറ്റാസ് സിറ്റി എന്നറിയപ്പെടുന്നു. ഭരണപരമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് അമേരിക്കയിലെ സിറ്റി. വൻ നഗരങ്ങളെയല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. ജില്ലാ ഭരണകൂടം കൗണ്ടികൾ ചേരുന്നതാണ് സ്റ്റേറ്റ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദം വരെ ടാമിയൻ എന്ന റെഡ് ഇന്ത്യൻ വർഗ്ഗക്കാരായിരുന്നു സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വസിച്ചിരുന്നത്. പിന്നീട് സ്പെയിൻകാർ കാലിഫോർണിയ മുഴുവനായി വിഴുങ്ങി. 1848 ഈ പ്രദേശങ്ങൾ അമേരിക്കയുടെ വരുതിയിലായി. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടൽ പ്രദേശത്തെ വെറുമൊരു കർഷക ഗ്രാമമായിരുന്നു മിൽപിറ്റാസ്. ചോളവും ഗോതമ്പും കൃഷി ചെയ്തിരുന്ന ഒരു വയൽനാട്. സ്പാനിഷ് ഭാഷയിൽ മിൽപിറ്റാസ് എന്നാൽ ചോളവയൽ. 1954 മിൽപിറ്റാസ് പേരിനൊരു ടൗൺഷിപ്പായത്. 1955 കാർ നിർമ്മാണ കമ്പനിയായ ഫോർഡ് മോട്ടോഴ്സിൻ്റെ റിച്ച്മണ്ടിലുള്ള അസംബ്ലി യൂണിറ്റ് മിൽപിറ്റാസിലേക്ക് പറിച്ചു നട്ടതോടെയാണ് മിൽപിറ്റാസിൻ്റെ ശുക്രദശ തുടങ്ങിയത്. കമ്പനിയുടെ തൊട്ടപ്പുറത്താണ് വമ്പൻ നഗരമായ സാനോസെയെങ്കിലും സാനോസെയിലെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും താമസിക്കാൻ ഇഷ്ടപ്പെട്ടത് മിൽപിറ്റാസ് ടൗൺഷിപ്പിൽ. തിരക്കും ബഹളവുമില്ലാത്ത ശാന്തസുന്ദരമായ പ്രദേശമാണല്ലോ മിൽപിറ്റാസ്. മിൽപിറ്റാസിലെ ചോളവയലുകൾ നഗരവികസനത്തിനായി വഴിമാറിക്കൊടുത്തു. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതിനാൽ ടൗൺ പ്ലാനിംഗ് എളുപ്പമായി. റെസിഡൻഷ്യൽ ലൊക്കാലിറ്റികൾക്കായിരുന്നു കൂടുതൽ പ്രാമുഖ്യം. കൊമേഴ്ഷ്യൽ സെൻ്ററുകൾക്ക് പ്രത്യേക ഇടങ്ങൾ കണ്ടെത്തി. 2 നാഷണൽ ഫ്രീവേകൾ മിൽപിറ്റാസിൻ്റെ കിഴക്കും പടിഞ്ഞാറും പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. ഫ്രീവേ 680ഉം 880ഉം. അതും മിൽപിറ്റാസിനൊരു പ്ലസ് പോയിൻ്റായി. ഫ്രീവേകളുമായി ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡുകളും മെയിൻ റോഡിൽ നിന്ന് വഴിപിരിയുന്ന ഇടറോഡുകളും കൃത്യമായി ഡിസൈൻ ചെയ്യപ്പെട്ടു. 70കളിലാണ് നോർത്ത് കാലിഫോർണിയ IT ഹൈടെക് കമ്പനികളുടെ പറുദീസയായി മാറിയത്. സാൻ ഫ്രാൻസിസ്കോയും തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളും സിലിക്കൺ വാലി എന്ന് വിളികൊണ്ടു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കമ്പ്യൂട്ടർ വിദഗ്ധരായ യുവാക്കൾ സിലിക്കൺ വാലിയിലേക്ക് പറന്നെത്തി. ജനസാന്ദ്രതയാൽ ശ്വാസം കഴിക്കാൻ ഞെരുങ്ങുന്ന സാൻ ഫ്രാൻസിസ്കോ, സാനോസെ നഗരങ്ങൾക്ക് ഇത്രയധികം ജീവനക്കാരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മിൽപിറ്റാസ്, ഫ്രിമോണ്ട്, സൺവെയിൽ, നെവാക്, ന്യൂ മൗണ്ടൻ, പാലോ ആൾട്ടോ തുടങ്ങിയ ടൗൺഷിപ്പുകൾ അധികം വരുന്ന IT ജീവനക്കാർക്ക് താവളമായി. 2 ഫ്രീവേകൾക്ക് ഗേറ്റ്വേ ആയതിനാൽ മിൽപിറ്റാസിൽ കൂടുകൂട്ടിയിരുന്ന IT ജീവനക്കാർക്ക് മറ്റേതെങ്കിലും നഗരത്തിലെ അവരുടെ കമ്പനികളിൽ എളുപ്പത്തിലെത്താൻ കഴിഞ്ഞു. മിൽപിറ്റാസിൽ വലിയ IT ഹൈടെക് കമ്പനികളൊന്നും ഇടം നേടിയിരുന്നില്ലെങ്കിലും അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ IT ജീവനക്കാർ താമസിക്കുന്ന ടൗൺഷിപ്പ് എന്ന പദവി മിൽപിറ്റാസിന് സ്വന്തം. വിശാലമായ റോഡുകൾ, ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനങ്ങൾ, പുൽമൈതാനങ്ങൾ, കളിസ്ഥലങ്ങൾ, ചിൽഡ്രൻസ് പാർക്കുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. മിൽപിറ്റാസ് ടൗൺഷിപ്പിൻ്റെ ശില്പികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് നഗരങ്ങളും മറ്റു ടൗൺഷിപ്പുകളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളെ പക്ഷേ ഒറിജിനൽ പ്ലാനിങ്ങിനകത്ത് തളച്ചിടാൻ പാടാണ്. ചില വിട്ടുവീഴ്ചകൾ അനുവദിച്ചേ പറ്റൂ. അതിനാലാണല്ലോ ട്രാഫിക് ബ്ലോക്കും തിക്കും തിരക്കും നഗരജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. എന്നുവെച്ച് തൽപര കക്ഷികൾക്കു വേണ്ടി ടൗൺ പ്ലാനിങ്ങിൽ വെള്ളം ചേർക്കുന്ന സമ്പ്രദായം അമേരിക്കയിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പണമോ അധികാരമോ ഉപയോഗിച്ച് അനധികൃതമായ ഒരു ഫ്ലാറ്റോ ബഹുനില കെട്ടിടമോ കെട്ടിപ്പൊക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. വാണിജ്യ സ്ഥാപനങ്ങൾക്കും ജനസേവന കേന്ദ്രങ്ങൾക്കുമായി പ്രത്യേകമായ ഇടങ്ങൾ മിൽപിറ്റാസ് സിറ്റിയുടെ പല ഭാഗങ്ങളിലായി നീക്കിവെച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ഡോക്ടേഴ്സ് ക്ലിനിക്കുകളും മെഡിക്കൽ ഷോപ്പുകളും ജ്യൂസ് കടകളും മറ്റും ഓരോ സെൻറ്ററിലും കാണും. സെൻറ്റർ ഏതായാലും വിശാലമായ പാർക്കിംഗ് സ്പേസുകൾ ഗ്യാരണ്ടി. പാർക്കിംഗ് കിട്ടാതെ ഒരു വാഹനത്തിന് പോലും തിരിച്ചു പോകേണ്ടി വരുന്നില്ല. റോഡിനോരത്തെ ഷോപ്പുകളും ഹോട്ടലുകളും തുറക്കുന്ന ശീലം അമേരിക്കയിലില്ല. ഒരു ജ്യൂസ് കുടിക്കണമെങ്കിലോ ഐസ്ക്രീം നുണയണമെങ്കിലോ അത്തരം കൊമേഴ്ഷ്യൽ സെൻ്ററുകളിൽ തന്നെ പോകേണ്ടി വരും. ഓൺലൈൻ സർവീസ് ഉണ്ടല്ലോ, എന്തിനു വേവലാതി. വഴിനീളെ പെട്ടിക്കടകളും ഫുട്പാത്തുകളിൽ തുണി, ചെരുപ്പ് കച്ചവടങ്ങളും കണ്ടു ശീലിച്ച നമ്മൾ ഇന്ത്യക്കാർക്ക് ഇവിടുത്തെ രീതികൾ ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ക്രമേണ എല്ലാം ശീലമായിക്കൊള്ളും. അധ്യായം 18 കാൽനടക്കാരന് ഒരു ഹായ്.
ട്രാഫിക് നിയമങ്ങൾ അമേരിക്കയിൽ കർശനമായി പാലിക്കപ്പെടുന്നു. ഫ്രീവേകൾ, മെയിൻ റോഡുകൾ, ബൈലൈനുകൾ, റെസിഡൻഷ്യൽ ഏരിയയിലൂടെ കടന്നുപോകുന്ന റോഡുകൾ, ഓരോ റോഡിൻ്റെ ഓരത്തും സ്പീഡ് ലിമിറ്റ് അടയാളപ്പെടുത്തിയ സൈൻ ബോർഡുകളുണ്ട്. ഈ ബോർഡുകളിൽ രേഖപ്പെടുത്തിയ സ്പീഡിൻ്റെ പരിധി കടക്കാതിരിക്കാൻ ബദ്ധശ്രദ്ധരാണ് എല്ലാവരും. നമ്മൾ ഇന്ത്യക്കാർ എന്നോ മറന്നുപോയ മൈലിൽ ആണ് ഇവിടെ ദൂരം അളക്കുന്നത്. അളവു തൂക്കങ്ങൾക്ക് പഴയ പൗണ്ടും ഗ്യാലനും തന്നെ. പിതൃനാടായ ഇംഗ്ലണ്ടിനോടുള്ള പഴയ നീരസം കൊണ്ടാവാം അമേരിക്ക മെട്രിക് സിസ്റ്റം സ്വീകരിക്കാതിരുന്നത്. റോഡ് മുറിച്ചു കടക്കാൻ കാത്തുനിൽക്കുന്ന കാൽനടക്കാരെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം പരിഗണിക്കുന്നു. എത്ര ബദ്ധപ്പാടുണ്ടെങ്കിലും വാഹനങ്ങൾ കാൽനടക്കാർക്കു വേണ്ടി ബ്രേക്ക് ചെയ്യുന്നു. റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈനിൽ സംശയിച്ചു നിൽക്കുന്ന കാൽനടക്കാരനോട് പൊയ്ക്കൊള്ളൂ എന്ന് വണ്ടി ഓടിക്കുന്നയാൾ കൈ കാണിക്കുന്നു. കാൽനടക്കാരൻ റോഡിൻ്റെ മറുകരയെത്തി എന്നുറപ്പുവരുത്തി കൈ ഉയർത്തി ചിരിച്ചുകൊണ്ട് അയാൾക്കൊരു ഹായ് കൊടുത്തേ വാഹനം മുമ്പോട്ടെടുക്കൂ. തിരിച്ച കാൽനടക്കാരനും ഒരു ഹായ് പറയണം. അതാണ് മര്യാദ. റോഡോരം ചേർന്ന് നടന്നു പോകുന്ന മനുഷ്യജീവികളെ ഒരല്പം ഗൗനിക്കാതെ മുമ്പേ പോകുന്ന വാഹനത്തെ മറികടന്ന് അതും റോങ് സൈഡിൽ കയറിപ്പോകുന്ന കൊച്ചു കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകാരെ ഒന്ന് ഓർത്തു നോക്കൂ. റോഡ് നിയമങ്ങൾ ഗൗനിക്കാതെ ഇടത്തും വലത്തും കയറി വരുന്ന ഓട്ടോറിക്ഷക്കാരെ ഒന്ന് സങ്കല്പിക്കൂ. സാക്ഷാൽ അമേരിക്കക്കാരനാണ് ഇവിടെ വന്നു താമസിക്കുന്ന മറ്റു രാജ്യക്കാർക്ക് മാതൃകയാകുന്നത്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് അമേരിക്കയിലുള്ളവർ. നിയമം നടപ്പാക്കാൻ ട്രാഫിക് പോലീസിനെ ജംഗ്ഷനുകളിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ട്രാഫിക് കൺട്രോൾ വാഹനം റോഡരികിൽ പതുങ്ങിക്കിടപ്പുണ്ടാവില്ല. റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ അദൃശ്യമായ ക്യാമറ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഇവിടത്തുകാർക്കറിയാം. ഏഷ്യാനെറ്റ് ചാനലിലെ ബിഗ് ബോസിനെ പോലെ. 35 മൈൽ സ്പീഡെന്ന് എഴുതി വച്ചിരിക്കുന്ന റോഡിൽ നിങ്ങൾ 45 മൈൽ വേഗതയിൽ കാറോടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ലവ് ലെറ്റർ തീർച്ചയായും മൊബൈലിൽ വന്നിരിക്കും. നോട്ടീസിൽ പറയുന്ന ഫൈൻ പറഞ്ഞ തീയതിക്ക് സിറ്റി ഓഫീസിൽ അടയ്ക്കാൻ മറക്കരുത്. പിഴവില്ലാത്ത ഈ ട്രാഫിക് സംവിധാനത്തിന് ഒരു വലിയ ഹൈ കൊടുക്കേണ്ടതല്ലേ നമ്മൾ മലയാളികൾ? അധ്യായം 19. മിൽപിറ്റാസിലെ പുൽമൈതാനങ്ങൾ. പച്ചപ്പുല്ല് പടർത്തിയ മൈതാനങ്ങൾ മിൽപിറ്റാസിൽ പട്ടുചേല കണക്ക് നീണ്ടു കിടക്കുന്നു. മൈതാനങ്ങൾക്ക് ശരാശരി 100 മീറ്റർ വീതിയെ കാണൂ. ഈ മൈതാനങ്ങളിൽ പ്രഭാത സായാഹ്ന നടത്തക്കാർക്കുള്ള നടപ്പാതകളും ചിൽഡ്രൻസ് പാർക്കുകളും ടെന്നീസ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകളുമുണ്ട്. വേനൽക്കാലത്തും മൈതാനത്തിൻ്റെ പച്ചപ്പിന് മങ്ങലേൽക്കുന്നില്ല. മൈതാനത്തുടനീളം സ്പ്രിംഗ്ലർ സിസ്റ്റം പ്രവർത്തിക്കുന്നു മുടക്കമില്ലാതെ. ബർത്ത്ഡേ പാർട്ടി പോലെ ആളെണ്ണം കുറവായ ആഘോഷങ്ങൾ മൈതാനത്ത് വെച്ച് നടത്താം. സിറ്റി ഓഫീസിൽ ചെറിയൊരു ഫീസ് അടയ്ക്കണമെന്ന് മാത്രം. മരത്തിൽ പണിത നീളൻ മേശകളും ബെഞ്ചുകളും കരിയിട്ട് കത്തിക്കാവുന്ന ഇരുമ്പടുപ്പുകളും എല്ലാം തറയിൽ ഉറപ്പിച്ചത് കാണാം മൈതാനത്തിൻ്റെ ചില മൂലകളിൽ. പ്രഭാത സായാഹ്ന നടത്തങ്ങൾക്ക് ഈ മൈതാനങ്ങളെയാണ് മിൽപിറ്റാസ് നിവാസികൾ ആശ്രയിക്കുന്നത്. തണുപ്പുകാലം വന്നാലോ പ്രഭാത സായാഹ്ന സവാരികൾ മധ്യാഹ്ന സവാരികളാകുന്നു. തണുപ്പിന് വെയിലിനെ പേടിയാണ്. ഉച്ചനേരങ്ങളിൽ തണുപ്പ് മരച്ചുവെട്ടുകളിൽ പതുങ്ങുന്നുണ്ടാവും. മൈതാനങ്ങളെ നെടുകെ പകുത്തുകൊണ്ടായിരിക്കും നടപ്പാതകൾ നീണ്ടുകിടക്കുന്നത്. ഈ പാതയിലൂടെ മാത്രമേ നടക്കാവൂ. പതുത്ത പച്ചപ്പുല്ലിലൂടെ നടക്കാൻ കൊതി തോന്നുമെങ്കിലും അങ്ങനെ ചെയ്തുകൂടാ. മൈതാനത്ത് നടക്കാൻ എത്തുന്നവരിൽ കുറേ പേരെങ്കിലും പട്ടികളെ നടത്തിക്കൊണ്ടുവരുന്നവരാണ്. പെറ്റ് ഡോഗുകളിലാണ് അമേരിക്കക്കാർക്ക് കമ്പം. പെറ്റ് ഡോഗുകളെ ഉടുപ്പിടിച്ച സുന്ദരന്മാരും സുന്ദരികളുമാക്കിയാണ് നടത്തിക്കാൻ കൊണ്ടുവരുന്നത്. ഈ നടത്തത്തിൻ്റെ വേളയിലാണ് പട്ടികൾ ഒന്നും രണ്ടും സാധിക്കുന്നത്. പട്ടിയെ നടത്തിക്കാൻ കൊണ്ടുവരുന്നത് ഡാഡിയായാലും മമ്മിയായാലും ചേട്ടനായാലും ചേച്ചിയായാലും കയ്യിൽ കരുതിയ ടിഷ്യൂ പേപ്പറിൽ മടി ഏതും കൂടാതെ അപ്പി കോരിയെടുത്ത് സമീപത്തുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്നു. കടിയൻ ശുനകന്മാരെ ചങ്ങലക്കിട്ട് നടത്തിക്കാൻ കൊണ്ടുവരുന്നവരും ഇല്ലെന്നല്ല, എണ്ണത്തിൽ കുറവാണ്. ഇപ്പോഴിപ്പോഴായി എൻ്റെ സംശയം ബലപ്പെട്ടു വരുന്നു. പട്ടികളാണോ മൈതാനത്ത് നടക്കാൻ പോകുന്നത്? ഒരു കമ്പനിക്ക് വേണ്ടി ഡാഡിയെ, മമ്മിയെ, ഗ്രാൻഡ്മായെ അല്ലെങ്കിൽ ഗ്രാൻഡ്പായെ കൂടെ കൂട്ടുകയാണോ പട്ടികൾ? ഏതിനും പട്ടികളായാലും ഒരല്പം ബഹുമാനം കൊടുത്ത് മാറി നടക്കുന്നതാണ് നല്ലത്. അനിഷ്ട സംഭവങ്ങളൊന്നും നടക്കാറില്ലെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പട്ടിയല്ലേ, അല്പം കരുതലാവാം. അമേരിക്കക്കാർ മാത്രമല്ല, യൂറോപ്യന്മാരും ചൈനക്കാരും വിയറ്റ്നാംകാരും ഇന്ത്യക്കാരും പട്ടികളെ പോറ്റുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഡോഗ് സിറ്റിംഗ് മാന്യമായ പവിത്രമായ തൊഴിലാണ് അമേരിക്കയിൽ. ആർക്കും കയറി വിലസാവുന്ന മേഖലയല്ല ഡോഗ് സിറ്റിംഗ്. പട്ടികളെ മക്കളെപ്പോലെ സ്നേഹിക്കാൻ കഴിയണം. പട്ടികളിൽ തന്നെ ഒരുപാട് ജനുസുകളുണ്ട്. ഓരോ ജനുസിൻ്റെയും സ്വഭാവവിശേഷങ്ങൾ ആഴത്തിൽ പഠിച്ചിരിക്കണം. കലഹപ്രിയരായ ശ്വാനന്മാരെ ഡോഗ് സിറ്റിങ്ങിന് സ്വീകരിക്കാറില്ല. സ്വന്തം വർഗ്ഗക്കാരോടും മനുഷ്യരോടും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളോടും ഇണങ്ങിപ്പോകുന്ന പട്ടികളെ മാത്രം.
കാലിഫോർണിയ സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സിസ്റ്റം മാനേജറായി ജോലി ചെയ്യുന്ന തലശ്ശേരിക്കാരി നിഖില ഡോഗ് സിറ്റിംഗ് ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്നു. പ്രിയതമനായ ഷമിത് സാംസങ്ങിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഷമിത്തിനും പട്ടികളെ ഇഷ്ടമാണ്. സ്വന്തമായി പെറ്റ് ഡോഗുകളെ പരിപാലിക്കുന്ന നിഖില ഷമിത് ദമ്പതിമാർക്ക് പെറ്റ് ഡോഗുകളെ ഡോഗ് സിറ്റിങ്ങിന് സ്വീകരിക്കാൻ സന്തോഷമേയുള്ളൂ. ദൂരയാത്ര പോകുന്ന വേളയിൽ ഡാഡിയും മമ്മിയും പെറ്റ് ഡോഗുകളെ നിഖിലയെ പോലുള്ള ഡോഗ് സിറ്റേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. 1-2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ ഒരു പോറലും ഏൽപ്പിക്കാതെ തിരിച്ചേൽപ്പിക്കുമെന്ന ആത്മവിശ്വാസം നിഖില ഷമിത് ദമ്പതിമാർക്കുണ്ട്. ശ്വാനശാസ്ത്രത്തിൽ സഞ്ചരിക്കുന്ന വിജ്ഞാന കോശമാണ് നിഖില. ഇത്ര ചെറിയ പ്രായത്തിൽ പട്ടികളെക്കുറിച്ച് ഇത്രയധികം അറിവുകൾ എങ്ങനെ ഈ പെൺകുട്ടി സ്വായത്തമാക്കിയെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന പട്ടിക്കുട്ടികളെ തപ്പിയെടുത്ത് പരിപാലിച്ച് ശ്വാന സ്നേഹികൾക്ക് കൈമാറുന്ന റെസ്ക്യൂ ഷെൽട്ടറുകൾ അമേരിക്കയിൽ സജീവമാണെന്ന് നിഖിലയാണ് എന്നോട് പറഞ്ഞത്. ഇന്ത്യയിൽ ഓർഫനേജുകളിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കുന്ന പോലെ. പട്ടികൾക്ക് ആൻറ്റി റാബീസ് കുത്തിവെപ്പ് കർശനമാക്കിയിരിക്കുന്നു അമേരിക്കയിൽ. 5 വർഷത്തിനിപ്പുറം ഒരു റാബീസ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നിഖില. മക്കളുടെ സുഹൃത്ത് വലയത്തിലുള്ള ശരത്തും പ്രിയതമയായ രമ്യയും ഇപ്പോൾ ഡോഗ് സിറ്റിങ്ങിൽ താൽപ്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആപ്പിൾ കമ്പനിയിൽ മാനേജറാണ് ശരത്. മിൽപിറ്റാസിലെ മൈതാനങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. ഇടയ്ക്ക് വെച്ച് പെറ്റ് ഡോഗുകളുടെ പിന്നാലെ പോകേണ്ടി വന്നു. ക്ഷമിക്കുക. ഞാനും സുമിത്തിൻ്റെ അച്ഛൻ നാരായണേട്ടനും പ്രഭാത സവാരിക്ക് പോകുന്ന മൈതാനത്തിൻ്റെ നീളം എത്രയാണെന്ന് അറിയണ്ടേ? പട്ടുചേല കണക്ക് നീണ്ടുകിടക്കുന്ന മൈതാനം ഒരറ്റത്ത് നിന്ന് പുറപ്പെട്ട് മറ്റേ അറ്റത്ത് എത്തണമെങ്കിൽ 3/4 മണിക്കൂറിൻ്റെ നടത്തം വേണ്ടിവരും. താരതമ്യേന ചെറിയ ചെറിയ മൈതാനങ്ങൾ വേറെയുമുണ്ട് മിൽപിറ്റാസിൽ. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിലോ മൈതാനങ്ങളും കളിസ്ഥലങ്ങളും കോൺക്രീറ്റ് വീടുകൾക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കും വഴിമാറിക്കൊടുക്കുന്നു. കുട്ടികളുടെ പാർക്കുകളും പ്ലേ ഗ്രൗണ്ടുകളും പല പട്ടണങ്ങളിലും ഇപ്പോൾ ഓർമ്മകളിൽ മാത്രം. ഇവിടുത്തെ ശൗചാലയങ്ങളെക്കുറിച്ച് പറയാം. നടേ പറഞ്ഞ് നീണ്ടുകിടക്കുന്ന മൈതാനത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ശുചിയായി സൂക്ഷിക്കുന്ന ശൗചാലയങ്ങളുണ്ട്. മൈതാനങ്ങളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലെല്ലാം ഇഷ്ടാനുസരണം വൃത്തിയും വെടിപ്പുമുള്ള ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കും. മലയാളിയുടെ വൃത്തിബോധത്തെപ്പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടണമെങ്കിൽ നാട്ടിലുള്ള ടൗൺ ബസ് സ്റ്റാൻഡുകളിലെ മൂത്രപ്പുരകളിലേക്ക് ഒരു എത്തിനോട്ടം മാത്രം മതി. അത്രയും വൃത്തിഹീനമായിരിക്കും നമ്മുടെ ശൗചാലയങ്ങൾ. ശുചിത്വമുള്ള ശൗചാലയങ്ങളുടെ അഭാവം നമ്മുടെ നാട്ടിൽ സ്ത്രീജനത്തെയാണ് ഏറെ വിഷമിപ്പിക്കുന്നത്. പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 19ാമത്തെ അധ്യായം മിൽപിറ്റാസിലെ പുൽമൈതാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.